ഹായ് ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രോയിസൻ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനിയൊരു മൈദയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വരെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചെറു ചൂടുള്ള പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം കൈവച്ച് കുഴച്ചെടുത്തതിന് ശേഷം കുഴക്കുന്ന മെഷീനിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ ഒരു 5 മിനിറ്റ് നേരം കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ക്രോയിസൻ്റ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ബട്ടർ ചേർത്ത് കൊടുക്കണം. ഉപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ഇതിലേക്ക് എടുക്കേണ്ടത്. ഇനി ഈ ബട്ടറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാവ് ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഈ മാവ് നമുക്കൊന്ന് 2-3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ ഒരു സമയമാകുമ്പോഴേക്കും മാവ് നല്ലപോലെ പൊന്തി കിട്ടും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിത് മൂടി വെക്കേണ്ടത്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 2-3 മിനിറ്റ് നേരം ഒന്ന് എയർ ബബിൾസ് പോകാനായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം ഇതൊരു ബോളാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ബോളാക്കി എടുത്തതിന് ശേഷം അതിനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൽ നിന്നും നമുക്കിതുപോലെ ഒന്ന് ബോളാക്കി എടുക്കണം. ഒരു 5-6 ബോൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ പരത്തിയെടുക്കാം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ പരത്തിയതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായി ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ പരത്തി വെച്ച മാവുണ്ടല്ലോ അത് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതേപോലെ തന്നെ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പരത്തി വെച്ചത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളിതുപോലെ ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് പുറത്തെടുത്തിട്ട് ഇത് വീണ്ടും നമുക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. കൗണ്ടർ ടോപ്പിലൊന്ന് കുറച്ച് മൈദ തൂവി കൊടുക്കും. ഇനി നമ്മൾ തണുപ്പിച്ചെടുത്ത ഈ ഡോ നമുക്ക് നല്ല പോലെ നീട്ടി പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ട്രയാങ്കിൾ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൽ നിന്നും ഒരു ട്രയാങ്കിളിൻ്റെ ഒരു പീസ് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വീണ്ടും ഒന്ന് നീട്ടി പരത്തിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തിൻ്റെ അവിടെ നമ്മൾ ഒരു ചോക്ലേറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മെലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഡയറി മിൽക്കോ ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം തന്നെ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം റോൾ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് മൂടി വെച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടി ഒന്ന് പൊന്തി വരും. പിന്നീട് നമ്മൾ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാത്തിലും നമ്മളിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നേരം ബേക്ക് ചെയ്യുമ്പോഴേക്കും ക്രോയിസൻ്റൊക്കെ നമുക്ക് കറക്റ്റായി നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രോയിസൻ്റ് എല്ലാം ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.